അപ്പോൾ ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. ആർ പി അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താണെങ്കിലും പറയാം. ആർ പി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് സ്ട്രീമിങ് സ്ട്രീം നിന്നോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് ലൈക്ക് ഗ്യാങ് ആർ പി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടി വിയെ തിരിച്ച് കയറുന്നു എന്നുള്ളൊരു ഒരു രീതിയിലാണത് കുറേ പേര് എടുത്തത്. കുറേ പേരൊക്കെ അല്ലാണ്ട് നോർമലി തന്നെ ആർ പി സ്റ്റാർട്ട് സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് ആ രീതിയിൽ എടുത്തു. അപ്പം ഞാൻ അത് ക്ലിയറാക്കി തരാം, അത് ക്ലിയർ ആക്കാനും കൂടി വേണ്ടിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മുമ്പോട്ടുള്ള കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഗ്യാങ്ങിലോട്ട് തിരിച്ചു കയറുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ എന്തായാലും മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഗൈസ്. തിരിച്ച് കം ബാക്ക് ടു ടി വി എന്നുള്ള രീതിയിലല്ല ഞാൻ സ്റ്റോറി ഇട്ടത്. ഞാൻ കുറേ ദിവസമായിട്ട് ആർ പി കയറിയിട്ടില്ല. അപ്പോൾ ആർ പി സ്ട്രീംസ് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഗ്യാങ് ആർ പിയോ കാര്യങ്ങളോ എന്തായാലും ഉടനെ തന്നെ ഇല്ല. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഡിമൻസിറ്റി പോയിട്ട് ഞാൻ ഗ്യാങ്ങായിട്ട് കളിക്കുമെന്നായിരിക്കും. അങ്ങനെയും ഇല്ല. ഡിമൻസിറ്റിയിലും എന്തായാലും ഗ്യാങ്ങായിട്ട് കളിക്കുന്നില്ല ഞാൻ. എന്തുവാ ആ ഗ്യാങ് ആർ പി കളിക്കാനും അങ്ങനെ ഒരു പ്ലാനും വെച്ചിട്ടല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഇറങ്ങിയത്. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്തൊരു സിറ്റിയിൽ പോയി ഗ്യാങ് ആർ പി കളിക്കണം എന്നൊരു മൈൻഡിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിൽ എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ അടക്കമുള്ള ലൈവിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു ഗ്യാങ് ആർ പി ചെയ്തേക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ആ ഒരു സെൻസിലല്ല ഗ്യാങ് ആർ പി ചെയ്യും എന്നൊരു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞതല്ല. ഞാൻ അതൊരു ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏറ്റവും അവസാനം അങ്ങനെ ഒരു ആവശ്യം വന്നാൽ മാത്രം ഒരു ഗ്യാങ് ആർ പിയിലോട്ട് പോകും എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഗ്യാങ് ആർ പി ഉടനെ ചെയ്യാൻ പോകണു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എന്തായാലും സിറ്റിസൺ ആർ പി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. സിറ്റിസൺ ആർ പി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഡിമെൻസിറ്റിയിലായിരിക്കും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എക്സലാൻഡിസിൽ കളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു സിറ്റുവേഷനോ മീൻസ് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷനോ ആർ പി ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് കാണാനും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ആർ പി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കണ്ണാപ്പിയോ ഒരു ബോബോയോ പിന്നെ ആരാണ് മന്ദാരോ ഇപ്പോൾ ആരാണ് ആരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ഞാൻ അവരോട് ആർ പി ചെയ്യാൻ വരും. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. ഞാൻ രണ്ട് സിറ്റിയിലും കളിക്കും. പക്ഷേ കൂടുതലും ഡിമൻ സിറ്റി കളിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന സിറ്റി കളിക്കും അങ്ങനെ ഇല്ല. മെയിനായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇതില്ല. ഒരു സിറ്റിയിലെ കളിക്കും അങ്ങനെ സംഭവമില്ല. എല്ലാ രീതിയിലുള്ള ആർ പിയും മീൻസ് എല്ലാ സിറ്റിയിലും ആർ പി കളിക്കും എന്തായാലും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ലൈക്ക് രണ്ടായിട്ടൊരു തോട്ട് കാണും. ലൈക്ക് ഞാൻ ഈ സിറ്റി മാത്രമേ കളിക്കൂ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെയല്ല കേസ്. രണ്ടിടത്തും ആർ പി കാണും. എനിക്ക് എല്ലാവരുമായിട്ടും ആർ പി കളിക്കാൻ ഒരു സീനുമില്ല. ഞാൻ എൻ്റെ കൂടെ ആർ പി കളിക്കാൻ ഒക്കെ ആണെന്നുള്ളവരോടെ ഞാനും ആർ പി കളിക്കും. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഒരു സീനില്ല. നിങ്ങൾ വേറൊരു രീതിയിലെടുക്കണ്ട. നല്ല രീതിയിൽ ഇതാക്കുക. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എല്ലാ സ്ട്രീമുകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ആൻഡ് കുറച്ച് പേര് കാണുമായിരിക്കും എന്താണ് ഒരു ഗ്യാങ് ആർ പി മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണുമായിരിക്കും. എനിക്ക് തൽക്കാലം അവരടുത്ത് സോറി പറയാനേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കറൻ്റ്ലി ഒരു ഗ്യാങ് ആർ പി കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല. എന്തായാലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ടി വിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വേറെ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡില്ല. അങ്ങനെ ഒരു ഡിസിഷൻ എന്തെങ്കിലും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു 100% പറഞ്ഞിട്ട് ഞാൻ നാളെ കള്ളം പറഞ്ഞു എന്ന് വരരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സൈഡിൽ എപ്പോഴും പറയുന്നത്. മനസ്സിലായില്ലേ? ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു വേറെ രീതിയിലൊരു ഗ്യാങ് എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഇത് പോകത്തുള്ളൂ. അല്ലാതെ ഞാനൊന്നും അങ്ങനെ രീതി എന്നുവെച്ചാൽ ഗ്യാങ് തുടങ്ങാൻ എൻ്റെ പ്ലാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നാൽ മാത്രം മനസ്സിലായില്ലേ? അതും ഉറപ്പായിട്ടും വേറെ സിറ്റിയിലേ കളിക്കത്തുള്ളൂ. അല്ലാണ്ട് ടി വിയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്യാങ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കില്ല വരുന്നത്. അതെനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അങ്ങനെ ഇത്ര നാളങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റവും കാണത്തില്ല. റെസ്ബ്രോ അണ്ണ മീറ്റപ്പിന് വരാൻ ലീവ് ഹാഫ് ഡേ എടുത്ത് വന്നതാ. മഴയത്തൊക്കെ കാർ അടിച്ച് ഷോക്കായി പോലീസിലൊക്കെ പോയി മിസ്ഡ് ദ ചാൻസസ് ചെയ്തു. അത് റെസ്ബ്രോ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു മഴ ഈ സമയത്തെ.
അത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നോട്ട് എന്തായാലും ഞാൻ ആർ പി ഇന്നോട്ട് എന്തായാലും കയറുകയാണ്. ആൻഡ് എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് ഡിമെൻസിറ്റിയിലാണേലും മറ്റേ എക്സ്ലാൻഡിസിലാണേലും 2 സിറ്റിയിലും കളിക്കുന്നത് നമ്മൾ പിള്ളേരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സീനില്ല. കാറിൽ എയർ അടിച്ച സ്റ്റോറി പറയാതാ. കാറിൽ എയർ അടിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത് അന്ന് എയർ അടിക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് എയർ കുറഞ്ഞിരിക്കുകയാണ്. എയർ അടിക്കാനായിട്ട് കൊണ്ട് കയറിയിട്ട് ഇവന്മാരവിടെ മറ്റേ തർക്കം തുടങ്ങി. കാരണം ഞാൻ ഈ വണ്ടി ഇതുവരെ എയർ അടിക്കാൻ ഞാനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എയർ ആണോ നൈട്രജൻ ആണോ എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല അടിക്കുന്നത്. അപ്പോൾ കൊണ്ട് കയറിയിട്ട് എനിക്കറിയാം ഞാൻ സ്വന്തത്തിൽ അടിച്ചോളാം. ഞാൻ പറഞ്ഞാൽ അവിടെ ഈ എയർ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ തന്നെ എയർ അടിച്ച് തരുമെന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാതെ അവൻ തന്നെ അടിക്കണം എന്നുള്ള സ്വന്തത്തിൽ തന്നെ അടിക്കുക എന്നുള്ള മൈൻഡിലാണ് പോയി കയറിയത്. എന്നിട്ട് പിന്നെ എന്തിനാണ് പുഴുത്ത് അവിടെ നിന്നിട്ട് ചെയ്യാൻ അമ്മ കൊണ്ട് കയറിയിട്ട് സാധനം എടുത്തുകൊണ്ട് അടിക്കാൻ വന്നിട്ട് സാധനം വർക്കാവില്ല. സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജിയോയുടെ പമ്പിലാണ് കയറിയത്. ജിയോയുടെ പമ്പിൽ നിന്ന് അതെടുത്തുകൊണ്ട് വന്ന് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കയറിയപ്പോഴത്തേക്ക് എന്തുവാ ഈ അതിൻ്റെ കംപ്രസർ കറണ്ട് ഇല്ലാതെ കംപ്രസർ വർക്കിംഗ് അല്ല. ഇമാരിട്ട് സ്വിച്ച് ഞെക്കലോട് ഡിസ്പ്ലേയിലെ മാത്രം മറ്റേ വാല്യൂ ഒക്കെ മാറുന്നുണ്ട്. പക്ഷേ മറ്റേ ഇത് എയർ അടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അവസാനം അങ്ങനെ അവിടെ നിന്ന് പുഴുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെ സാധനം വർക്കിംഗ് അല്ല. അതും കഴിഞ്ഞ് 3ാമത്തെ സ്ഥലത്ത് പോയിട്ടാണ് അവസാനം എയർ അടിക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതങ്ങനെ ഒരു ഇത് സത്യം പറയാല്ലേ അത് അവസ്ഥയാണ് കേസ്. ஆனால் 2K സബ് പോയല്ലോ എന്നാൽ 2K സബ് പോയത് കുഴപ്പമില്ല ബ്രോ. എനിക്ക് 2K ആയാലും 5K ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഇപ്പോൾ പോകണൊരു പോട്ടെ ബ്രോ. എന്തിനാണ് അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നവർ കണ്ടിട്ട് ഇപ്പം എന്ത് കാര്യമാണ് ഇങ്ങനെ ഇപ്പം നമ്മളൊരു സീൻ വരുമ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡ് എന്താണ് എന്തെങ്കിലും റീസൺ കാണും എന്ന് വിശ്വസിക്കാതെ അൺസബ് ചെയ്യുന്നവരുടെ അൺസബ് ചെയ്യട്ടെ ബ്രോ. അതിലെനിക്കിപ്പോൾ ഒരു സീനും ഇല്ല. ഇപ്പം നാളെ വാച്ചിങ് 100-200 ആയാലും എനിക്ക് പ്രശ്നമില്ല. ഞാനത് ആ 100 വാച്ചിങ്ങിൽ 200 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്യും. അത്രേ ഉള്ളൂ ബ്രോ. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ 100-200 വാച്ചിങ് വെച്ചാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. അപ്പം 100 പേരാണ് എനിക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ 200 പേരാണ് കാണാനുള്ളത്. അത് എത്ര ആയാലും പക്ഷേ അത് ഇത്ര കുറഞ്ഞാലും കൂടിയാലും ഞാൻ അവർക്ക് വേണ്ടി സ്ട്രീം ചെയ്യും. എനിക്കത് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് മറ്റേ കാണുന്നവരൊക്കെയാണ് അങ്ങനെയാണെന്നവർ അങ്ങനെ കണ്ടോട്ടെ. അത് പ്രശ്നമുള്ള കാര്യമല്ല കേസ്. എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പം ഇവിടെ അങ്ങനൊരു എന്തുവാ രീതിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ എനിക്ക് ഒരു കള്ളം പറയുന്ന എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി? എനിക്കിപ്പോൾ വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ ഞാൻ പറയാം കേസ് ഞാൻ ടി വിയിലോട്ട് ഉടനെ വരും. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ഇപ്പോൾ അവസ്ഥയായിട്ടാണ് ഞാൻ കുറച്ച് കളയുമ്പോൾ ടി വിയിലോട്ട് ഉടനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഓക്കെ ടി വിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവർ കുറേ പേര് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാതെ നിൽക്കുമായിരിക്കും. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട. മനസ്സിലല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു എന്ത് ഡിസിഷൻ എടുത്താലും അതിലൊരു റീസൺ കാണും എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ മതി. അതിൽ ഞാൻ ഓക്കെയാണ്. എനിക്കതില്ലാതെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 3000-4000 വാച്ചിങ് ഒന്നും വെച്ച് സ്ട്രീം ചെയ്തവരല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അപ്പ് ടൈമും ഒരു ഡൗൺ ടൈമും ഒക്കെ ലൈഫിൽ വരും. ഞാൻ അങ്ങനെ കണ്ടോളാം അത്. മനസ്സിലായില്ലേ? ഇപ്പം കാണാൻ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് കാണുമല്ലോ എത്രയാണെങ്കിലും. ആ ഇഷ്ടപ്പെടുന്നവർ മതി, നോ പ്രോബ്ലം. ഇനി ആ കമ്പാരിസൺ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ എന്താണ് മറ്റാരും കുത്തിത്തിരിപ്പ് സാമാനം ഉണ്ടല്ലോ അത് ഇറക്കണ്ട. എനിക്കങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞൊന്നും തോന്നാനും പോണില്ല. ഓക്കെ, അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഓക്കെ, എന്നാൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രോ. എനിക്കറിയത്തില്ല. ഞാൻ വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, എന്തുകൊണ്ടും സംഭവിക്കാം. ഇല്ല അപ്പം ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് ഉള്ള ഡിസിഷൻ എടുക്കുന്നിടത്ത് എനിക്ക് മാറേണ്ടി വന്നെന്ന് വരാം. അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ പ്രോമിസ് ഞാൻ 100% പ്രോമിസ് ഒന്നും തരുന്നില്ല. വരത്തില്ല എന്നും പ്രോമിസ് ചെയ്തില്ല, വരുമെന്നും പ്രോമിസ് ചെയ്യുന്നില്ല. എനിക്കൊരു ഉറപ്പില്ലാത്ത കാര്യം ഞാൻ വെറുതെ പറയുന്ന പോലെ ആവില്ല. പക്ഷേ കറൻ്റ്ലി എൻ്റെ മൈൻഡ് ഓഫ് സ്റ്റേറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എല്ലാ ലൈവിലും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കറൻ്റ്ലി എന്തായാലും മനസ്സിലായില്ലേ, അങ്ങനെ ഈ ഒരു ഡിസിഷനിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അത്ര കൊണ്ട് സംഭവം. ബ്രോ യു ഹാവ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അതിന് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ വേറെ തന്നെ ആണോ? തേജ് ബ്രോ താങ്ക് യു ഫോർ ദ കമൻറ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. താങ്ക് യു സോ മച്ച്.